ഹലോ നമസ്കാരം. അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വളരെ എക്സൈറ്റഡും ഹാപ്പിയും ഇത് പറയാനായിട്ട്. അങ്ങനെ ഞാൻ കൊട്ടിയൂരുള്ള അക്കരെ ക്ഷേത്രത്തിലൂടെ വന്നിട്ടുണ്ട് തൊഴാനായിട്ട്. ഞാൻ 23-ാം തീയതി വന്നെങ്കിലും അന്ന് പബ്ലിക്കിന് അലൗഡ് ആയിട്ടുണ്ടായില്ല. അങ്ങനെ 29-ാം തീയതിയാണ് പബ്ലിക്കിന് അലൗഡ് ആവുന്ന ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് വരാൻ സാധിച്ചു. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന വഴികളാണ് ഇതൊക്കെ. പ്രകൃതിയോട് അത്രയും ഇണങ്ങി നിൽക്കുന്ന ഒരു അമ്പലം തന്നെയാണ്. നമ്മൾ ഈ പാലത്തിലൂടെയാണ് പോകുന്നത്. ഇല്ലെങ്കിൽ താഴെ പുഴയിലൂടെ ക്രോസ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. കാണാൻ വളരെ മനോഹരമാണ്. ശരിക്കും ഒരു കാടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. പബ്ലിക് ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അത് മാത്രമല്ല പണിയും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ കൂടുന്നതിന് മുമ്പായിട്ട് അവർ ഈ പണിയൊക്കെ മാക്സിമം പെട്ടെന്ന് തീർക്കാനുള്ള ഒരു സ്പീഡപ്പിലും കൂടെ ആയിരുന്നു ഇന്ന്. ഞാൻ അകത്ത് ചെന്നപ്പോഴേക്കും പൂജകളും യാഗങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ പ്രത്യേക ഒരു സന്തോഷവും സമാധാനവും തോന്നി. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഹിന്ദു പുരാണങ്ങളിലെ ഏറ്റവും പ്രസിദ്ധമായ സംഭവങ്ങളിൽ ഒന്നാണല്ലോ ഈ ദക്ഷയാഗം എന്ന് പറയുന്നത്. സോ ആ ഒരു പുണ്യഭൂമിയാണ് ഈ കൊട്ടിയൂർ എന്നറിയപ്പെടുന്നത്. അതായത് മഹാദേവനെ അവഗണിച്ച ഒരു മഹായാഗം നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ സതീദേവിക്ക് ക്ഷണം ലഭിക്കാതിരുന്നിട്ട് പോലും യാഗവേദിയിലെത്തി അവിടെ മഹാദേവനെ അപമാനിക്കുന്നത് കണ്ട് സഹിക്കാനാവാതെ സതീദേവി ആത്മഹത്യ ചെയ്തതാണ്. ഈ വാർത്തയറിഞ്ഞ് മഹാദേവൻ ശരിക്കും ദേഷ്യപ്പെട്ട് തൻ്റെ ജടയിൽ നിന്ന് വീരഭദ്രനെ സൃഷ്ടിച്ച് അവിടെ യാഗം നശിപ്പിക്കാനായിട്ട് അയച്ചു. അതാണല്ലോ കഥ. എന്നിട്ട് വീരഭദ്രൻ യാഗം തകർക്കുകയും ദക്ഷന്റെ ശിരസ് ഛേദിക്കുകയും ചെയ്തു. പിന്നീട് ദേവന്മാരുടെയൊക്കെ പ്രാർത്ഥന പ്രകാരം മഹാദേവൻ ശാന്തനാകുകയും ദക്ഷൻ ആട്ടിൻതല വെച്ചുകൊടുത്ത് ജീവൻ തിരികെ നൽകുകയും ചെയ്തു. ഈ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് ഇന്നത്തെ കൊട്ടിയൂർ എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അതിന്റെ സ്മരണയ്ക്കായാണ് ഓരോ വർഷവും കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഇവിടെ ആഘോഷിക്കുന്നത്. ഈ കഥയുടെ വിഷ്വൽസ് ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അമ്പലത്തിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ. അത്രയ്ക്കും ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു. രാവിലെ 8 മണിക്ക് വന്ന ഞാൻ ഒരുപാട് ആൾക്കാരെ ഞാനിങ്ങനെ കണ്ടു. ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ഒരുപാട് ഭക്തരിങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു. അവരൊക്കെ വീണ്ടും വീണ്ടും തൊഴുന്നുണ്ടായിരുന്നു. അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞ് അവിടെ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രസാദമൊക്കെ ഞാനും വാങ്ങിച്ച് കഴിച്ചു. എന്നിട്ട് വീണ്ടും ഞാന് ഒരു പടിയില് പോയിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഒരു കാലാവസ്ഥയ്ക്ക് ഒരു ചെറിയൊരു മാറ്റം, ഒരു മഴക്കോളൊക്കെ. അത് കണ്ടപ്പോൾ തന്നെ ശരിക്കും എല്ലാവർക്കും ഒരു സന്തോഷമായി. കാര്യം ആ ഒരു കാലാവസ്ഥയില് നമ്മൾ ഈ കൊട്ടിയൂർ അമ്പലം കാണാൻ പ്രത്യേക ഭംഗിയാണ്. അത് മാത്രമല്ല വരുന്ന ജനങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോ കാര്യങ്ങളും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിനേക്കാളും. അപ്പോൾ ആ ഒരു കൺസ്ട്രക്ഷനും ഇവിടെ നടക്കുന്നുണ്ട്. രാവിലെ 8 മണിക്ക് വന്ന ഞാനാണ്. എനിക്ക് അവിടുന്ന് പോകാനേ തോന്നിയില്ല. അത്രയ്ക്കും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അമ്പലവും അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും. ഞാൻ അങ്ങനെ ആ പടിയിലിരുന്ന് ഓരോ കാര്യങ്ങളും ആസ്വദിച്ച് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനൊരു ഭാഗ്യം തന്നതിന് ഞാൻ യൂണിവേഴ്സിനോട് തന്നെ താങ്ക്സ് പറയാണ്. പിന്നെ ഞാനിവിടെ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ 1, 2 സുഹൃത്തുക്കൾ എന്നോട് വാങ്ങിക്കാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താന്നല്ലേ? ഓടപ്പൂവ്. സോ ഇനി ഓടപ്പൂ വാങ്ങിക്കാനായിട്ട് ഞാനൊന്ന് പുറത്തോട്ട് പോകുന്നു. അതായത് ദക്ഷയാഗത്തിൽ പങ്കെടുത്തൊരു കർമ്മിയുടെ താടിയുടെ പ്രതീകമായിട്ടാണ് ഈ ഓടപ്പൂവിനെ സങ്കല്പിക്കുന്നത്. ഈറ്റയുടെയോ മുളയുടെയോ നാരുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. ഭക്തരുടെ വിശ്വാസം അനുസരിച്ച് ഓടപ്പൂവ് വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്നത് ദോഷങ്ങൾ അകറ്റുകയും ഐശ്വര്യവും സമാധാനവും ക്ഷേമവും നൽകുകയും ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതിനുശേഷം ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വന്നിട്ട് തൊഴുത് അവിടുന്ന് ചന്ദനമൊക്കെ വാങ്ങിച്ച് കുറിയൊക്കെ തൊട്ടിട്ട് ഞാനിനി അടുത്തത് നേരെ വീണ്ടും തിരികെ പുഴയിലോട്ട് പോവാണ്. സോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ പുഴയിൽ പോയി കുളിച്ച് വീണ്ടും ക്ഷേത്രത്തിലോട്ട് പോകാനായിരുന്നു എൻ്റെ പ്ലാൻ. സോ പുഴയിലൊന്നും അധികം വെള്ളമൊന്നുമില്ല. കാര്യം മഴയൊന്നും അധികം പെയ്തില്ലല്ലോ. ഇല്ലെങ്കിൽ നല്ല ഒഴുക്കുള്ളൊരു പുഴയാണ്. അപ്പോൾ ഇച്ചിരി റിസ്ക്കാണ് എന്നാലും കുളിക്കാനായിട്ട്. പക്ഷേ എന്നാലും എല്ലാ ഭക്തരും അവിടുന്ന് കുളിച്ചിട്ട് തന്നെയാണ് അമ്പലത്തിലോട്ട് കയറുന്നത്. അപ്പം ഞാനും ഈ കാണുന്ന പുഴയിലെ കുറച്ച് ഭാഗത്ത് ഞാനും കുളിച്ചു. എന്നിട്ട് നേരെ വീണ്ടും അമ്പലത്തിലോട്ട് പോവാണ്. അപ്പോൾ അവിടെ പോയി എത്ര ഇരുന്നാലും നമുക്കൊരു മതി വരില്ല. അങ്ങനെയാണ് അമ്പലത്തിൻ്റെ ഒരു ഫീല്. അപ്പോൾ വീണ്ടും പൂജാരികൾ വരുന്നുണ്ടായിരുന്നു. വീണ്ടും അടുത്ത പൂജകൾക്കുള്ള സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ട് ഇങ്ങനെ ഓരോന്ന് വാച്ച് ചെയ്ത് നിൽക്കുമ്പോൾ 1, 2 സുഹൃത്തുക്കളെയൊക്കെ കാണുകയും അവരോടൊക്കെ പരിചയപ്പെടുകയും കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ എനിക്കൊരു കൗതുകമായിട്ട് തോന്നിയൊരു കാര്യം, 2 കല്ലുകൾ തമ്മിൽ കൂട്ടി ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ ചന്ദനം പോലെ നമുക്കൊരു ഒരിത് കിട്ടുന്നുണ്ട്. ശരിക്കും അത് ചന്ദനം പോലെ വരികയും ഞാൻ നെറ്റിയിൽ തൊടുകയും ചെയ്തു. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു 3 പ്രാവശ്യം ഞാൻ കുളിച്ചിട്ടും ആ പാട് എൻ്റെ നെറ്റിയിൽ നിന്ന് മാറിയിട്ടില്ല. എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത്. 29-ാം തീയതി രാത്രിയോട് കൂടി തന്നെ ഭണ്ഡാരം എഴുന്നള്ളത്തുണ്ടാവും. സോ അതിനുശേഷമാണ് സ്ത്രീകൾക്ക് പ്രവേശനമുള്ളത്. എന്നെപ്പോലെ രാവിലെ വന്നിട്ട് രാത്രി വരെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ടായിരുന്നു. ഭണ്ഡാരം എഴുന്നള്ളത്ത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം രാത്രിയായപ്പോഴേക്കും പറയാതിരിക്കാൻ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് ഈ രാത്രി സമയത്ത് ഈ ഒരു സ്പെഷ്യൽ ലൈറ്റ്സിലൊക്കെ നമുക്ക് ഈ അമ്പലം കാണാനായിട്ട്. പറയാൻ വാക്കുകളില്ല. ശരിക്കും അനുഭവിച്ചാലേ ആ ഒരു ഫീലിംഗ് മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും തന്നെ ഭണ്ഡാരം എഴുന്നള്ളത്ത് തുടങ്ങി. അതിനോട് ശേഷം തന്നെ സ്ത്രീകളും ഉള്ളിൽ പ്രവേശിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം 2026 ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും അവരുടെ ആഗ്രഹം പോലെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ അവർക്കൊരു ഭാഗ്യം ഉണ്ടാവട്ടെ.
ഞാനും അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എനിക്കും ഭയങ്കര ഒരു സ്പെഷ്യൽ ഫീലിംഗ് തന്നെയായിരുന്നു. ഇനിയും ഇനിയും വരണം എന്നൊരേ തോന്നൽ തന്നെയാണ്. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന ഒരു പ്രത്യേക ഒരു ക്ഷേത്രം തന്നെയാണ്. ശരിക്കും ഈ ഒരു ഭാഗ്യം തന്നതിന് ഞാൻ ഈ ഒരു യൂണിവേഴ്സിനോട് താങ്ക്സ് പറയാണ്. അപ്പോൾ എൻ്റെ ഈ സന്തോഷം ഞാൻ എല്ലാവരോടും പങ്കുവെക്കുകയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എല്ലാവരും കാണുക. താങ്ക് യു സോ മച്ച്. സോ എല്ലാവരും കൊട്ടിയൂർ അമ്പലത്തിൽ പോണം. നല്ലൊരു അനുഭവം തന്നെയാണ് എല്ലാവർക്കും. അങ്ങനെ എനിക്കും ഇതെല്ലാം കാണാൻ ഒരു ഭാഗ്യം ഉണ്ടായി. അങ്ങനെ അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ എല്ലാവർക്കും എൻ്റെ സ്പെഷ്യൽ താങ്ക്സ്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു. ബൈ.